ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആസ്പ്രൻസ് അക്കാഡമി. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയോ സ്റ്റഡി വ്ലോഗോ ഒന്നുമല്ല, കുറച്ച് റാൻഡമായിട്ടുള്ള പഠിക്കുന്നതിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഞാനൊരു കൊലാഷ് പോലാക്കി വീഡിയോയാണ്. ശരിക്കും ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. കാരണം വേറൊന്നുമല്ല, വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ അത് കൊളാഷ് ആക്കാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനുള്ള വെറും മടി കാരണമാണ് ചെയ്യാത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ റാൻഡമായിട്ടാണ് എൻ്റെ പഠിത്തം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പഠിക്കുന്നൊന്നുമില്ല. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ അല്ലേ, ഇതിനെ ഇങ്ങനെ എപ്പോഴെപ്പോഴും പറയണമെന്നല്ലേ. ഓക്കെ, എന്നാലും ഞാൻ റാൻഡമായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം വരുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഫെബ്രുവരി 19 എനിക്ക് ഡേറ്റ്. പല ആൾക്കാർക്കും ബാച്ചായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ പല ഡേറ്റാണ്. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതലേ ഡേറ്റുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എന്നാലും മെയിൻസ് നമ്മൾ പ്രിലിംസ് എഴുതി മെയിൻസ് കവർ ചെയ്ത് നമ്മൾ പ്രിലിംസിൽ കയറിയതാണ്. അപ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ് ആയിട്ട് പോകുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ എൻ്റെ മെയിൻസിൻ്റെ ഒബ്ജക്റ്റീവ് പേപ്പറിൽ ഞാൻ കഷ്ടിച്ചാണ് കട്ട് ഓഫിനടുത്താണ് എൻ്റെ മാർക്ക്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ സബ്ജക്റ്റീവ്, അതായത് എസ്സേ റൈറ്റിംഗ് ഒക്കെ, അതും എനിക്ക് വളരെ ടൈം കുറവായതുകൊണ്ടും ഞാൻ അങ്ങനെയുള്ള എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടും എനിക്കത് ഭയങ്കര കോപ്പ് ചെയ്യാൻ ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ എക്സാം എഴുതുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു പ്രസ്സൊക്കെ എഴുതുക എന്നുള്ളത്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കുളമാക്കി വെച്ചിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, നല്ല രീതിയിൽ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇൻ്റർവ്യൂവിന് കാരണം നമ്മളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹൈക്കോർട്ടിലൊക്കെ പോയി ഇൻ്റർവ്യൂ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഇന്ന് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ട്. അവിടെ പോയിട്ട് വെറുതെ പഠിക്കേണ്ട കാര്യമില്ല. കാരണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എങ്കിലും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കറണ്ട് അഫെയർ പരമായിട്ടുള്ള കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ മേഖല എന്നുള്ള കാര്യങ്ങളും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിപ്പോയാൽ മതി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായ ഒരു വീക്കായിരുന്നു. അപ്സ് എന്ന് പറയുമ്പം നല്ല സന്തോഷങ്ങളുണ്ടായി. അതായത് ഇപ്പം നമ്മുടെ LDൻ്റെ ടൈമിൽ തുരുതുരെ എക്സാംസൊക്കെ വന്നുകൊണ്ടിരുന്നൊരു ടൈമായിരുന്നു. ഖാദി LD, ലാബ് അറ്റൻഡർ, അസിസ്റ്റൻറ്റ് മാനേജർ, അങ്ങനെ കുറേ എക്സാംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എഴുതി അതിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റും ചിലതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജസൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ലിസ്റ്റിലും ഞാനുണ്ട്. ലാബ് അറ്റൻഡറിൽ വന്നിട്ടുണ്ട്, ഖാദി LDയിലുണ്ട്, പിന്നെ തൃശ്ശൂർ LDയിൽ വന്നിട്ടുണ്ട്, പിന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിലുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഇനി ഇത് ഹൈക്കോർട്ടിൻ്റെ കട്ട് ഓഫ് കടക്കുമെന്ന് നോക്കണം. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഇന്നലെ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നതാണ് അസിസ്റ്റൻറ്റ് മാനേജർ കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ളത്. അപ്പം എല്ലാത്തിലും എഴുതിയ എക്സാമിലെല്ലാം ഉള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതൊരു അൾട്ടിമേറ്റ് സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെന്ന് പറയുമ്പം ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു എക്സാമിൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുക അല്ലേ. ഇന്ന എക്സാം എന്നൊന്നും ഇല്ല. നമ്മളതിൻ്റെ നേച്ചർ ഓഫ് ജോബോ സാലറി ഒന്നും നോക്കൂല. ഏതെങ്കിലുമൊക്കെ എക്സാം കാണുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, പഠിക്കുന്നു, ഏതെങ്കിലും കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അപ്പം ഞാൻ LDക്കാണ് മെയിനായിട്ട് ലക്ഷ്യം വെച്ച് പഠിച്ചത് തന്നെ. പക്ഷേ ഇപ്പം നമ്മൾ LDയിലുണ്ട്, LD കിട്ടും എന്നൊക്കെ ഉറപ്പായപ്പം ഒരു ചെറിയൊരു അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാഗ്രഹമല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല്, ഒരു ലിവിങ് സ്റ്റാൻഡേർഡിൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാലറി വേണം. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓൾറെഡി UA ലിസ്റ്റിലുണ്ടെങ്കിലും അത് ഞാൻ അങ്ങനെ പ്രതീക്ഷ വെക്കുന്നില്ല. കാരണം കിട്ടിയാൽ ഓക്കെ, സന്തോഷമുള്ള രീതിയിലാണ്. കിട്ടിയില്ലെങ്കിൽ പിന്നെ വിഷമമാവും പ്രതീക്ഷ വെച്ചാൽ. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷ വെക്കുന്നില്ല. അതിങ്ങനെ വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടേക്കാണ്. പിന്നെയുള്ള ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് അടിപൊളിയാണ്, പക്ഷേ അതിൽ വേക്കൻസി ഭയങ്കര കുറവാണ്. പിന്നെ എൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ്. എന്നാലും ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പയർ ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, പക്ഷേ അതിനും എനിക്ക് അറൗണ്ട് ഒരു 50 റേഞ്ചിലാണ് മാർക്ക്. അപ്പോൾ അത് ആക്ച്വലി കുറവാണ് ശരിക്കും പറഞ്ഞ മാർക്ക്. എനിക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു എക്സാം ആയിരുന്നു. അപ്പോൾ അതും എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ LD ആണ് ഞാനിപ്പോൾ കിട്ടുവാണെങ്കിൽ തന്നെ ഞാൻ LDക്കാണ് ആയിരിക്കും പോകുന്നത്. ആദ്യം ഏത് എക്സാമാണോ കിട്ടുന്നത് അതിന് ഞാൻ പോകും.
പക്ഷേ LD ആയിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു എക്സാം കിട്ടണമെന്നുള്ള ചിന്തയായിരിക്കും. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവും LD സാലറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലിവിങ് സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ കുറച്ചും കൂടി ഡിഗ്രിയിലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വിഗ്രസായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ടൈം ഉള്ളവരാണെങ്കിൽ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബും, ഇപ്പോൾ എല്ലാ ജോബിനും റെപ്യൂട്ടേഷൻ ഉണ്ട്, എന്നാലും സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ജോബാണ്. പിന്നെ സാലറി നന്നായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പം ടൈം ഉള്ളവർ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം, PSC പഠിക്കുന്നവരാണെങ്കിൽ ഭൂരിഭാഗമുള്ളവരും അമ്മമാരായിരിക്കും, ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ലിമിറ്റേഷൻസും ഉണ്ട് പഠിക്കുന്നതിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിപ്പോൾ ആരാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ തളർത്താനും നമ്മളെ പുച്ഛിക്കാനും ഒക്കെ കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ടാവും. പക്ഷെ അതിലൊന്നും നമ്മൾ അതിനൊന്നും നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാണ്ടിരിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മളെപ്പോലെ പഠിക്കുന്നവരും കുറേ പേരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ നമ്മളുടെ അതേ ലക്ഷ്യമുള്ളവരുടെ കൂടെ നമ്മൾ സഹകരിക്കാൻ ശ്രമിക്കുക. അത് ശരിക്കും നല്ലൊരു നമുക്ക് ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അതേ ലക്ഷ്യമുള്ളവരുടെ കൂടെ സഹകരിക്കുക. പോസിറ്റീവ് മൈൻഡുള്ളവരെ കുറച്ചും കൂടി നമ്മുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചൊന്ന് അകറ്റി നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ പോസിറ്റീവ് എൻവയോൺമെൻ്റ് എന്ന് പറയുമ്പം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലൊന്നും പോയി വീഴാണ്ടിരിക്കുക. കാരണം എക്സാം വരെ നമ്മളൊരു സൗണ്ട് മൈൻഡായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. പരീക്ഷ ജയിക്കുക, ജോലി വാങ്ങുക, ജോലിയൊക്കെ വാങ്ങി കഴിയുമ്പം അതിനെപ്പറ്റി പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അതുവരെയുള്ള ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അതുവരെയുള്ള നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളാണ് നോക്കേണ്ടത്. വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരോത്സാഹം വരുത്തുക. എല്ലാ ദിവസവും ഒരേപോലെ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 2 ദിവസം വിഗ്രസായിട്ട് പഠിച്ചിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്കുക, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ PSC ആണെങ്കിലും ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം, വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അതിനൊന്നും ഇതൊരു ഇഫക്റ്റീവ് മെത്തേഡല്ല. 2 ദിവസം പഠിച്ച് പിന്നെ അടുത്ത 2 ദിവസം റെസ്റ്റ് എടുത്ത് അങ്ങനെ പഠിക്കുന്നത് ഒരിക്കലും ഇഫക്റ്റീവ് അല്ല. എല്ലാ ദിവസവും ഒരുപോലെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് പെർസെവറൻസ് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ലൈഫിൽ പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഞാൻ എന്താണ് ഈ പഠിക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ, ശരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഞാനൊരു വീക്കിലി റിവിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. അപ്പോൾ അതിനുള്ള ടോപ്പിക്ക് ഞാൻ വായിക്കുന്നുണ്ട് ടൈം കിട്ടുമ്പോഴൊക്കെ. ഓൾറെഡി സിലബസിലെ ടോപ്പിക്സൊക്കെ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആക്കുന്നില്ല. ഉള്ള ടൈമിൽ, മൂഡൊക്കെ വരുന്ന ടൈമിൽ റാൻഡമായിട്ട് പഠിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇനി വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് പറയാം. അതുപോലെ ഇടയ്ക്കൊരു Q&A സെഷൻ നടത്തുമെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് താല്പര്യമായി. നമുക്ക് അടുത്തൊരു സെഷനിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇടാം. കാരണം ക്വസ്റ്റ്യൻസ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കമൻസിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആയിരുന്നു. എല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക. നമ്മളെ പുച്ഛിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ PSC ലിസ്റ്റിൽ വന്നാൽ പോലും നിനക്ക് ജോലി കിട്ടത്തില്ല എന്ന് പറയുന്നവർ വരെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കാര്യം നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ പറയാനുള്ളൂ. സ്റ്റേ സ്ട്രോങ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.